റീനീറ്റ് 2026 എക്സാം ടഫാകുമോ? നിരന്തരമായി കുട്ടികൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത്. ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് NTA രണ്ട് വാക്ക്. NTA എന്ന് പറഞ്ഞാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നാണ്, അല്ലാതെ നാഷണൽ ട്രോമ ഏജൻസി എന്നല്ല. കുട്ടികൾക്കൊരു പരിധിക്കപ്പുറം ട്രോമ കൊടുക്കുന്ന ഒരു ഏജൻസിയായി മാറുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. NTA നടത്തേണ്ടത് ഒരു പരീക്ഷയാണ്, അല്ലാതെ കുട്ടികളുടെ ജീവിതം വെച്ചുള്ള ഒരു പരീക്ഷണമല്ല. ഇന്ത്യയിലുടനീളമുള്ള 20 ലക്ഷത്തിലധികം കുട്ടികളുടെ ഭാവി കൊണ്ട് NTA ഇപ്പോൾ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഒരു വർഷത്തോളം അല്ലെങ്കിൽ 2 വർഷത്തോളം അല്ലെങ്കിൽ 3 വർഷത്തോളം അവരെടുക്കുന്ന എഫേർട്ട്, ഹാർഡ് വർക്ക്, സാക്രിഫൈസ്, ഇതിനൊക്കെ NTA ഇച്ചിരി വില കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. NTA നീറ്റ് എക്സാം ചരിത്രത്തിൽ ഇനിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എൻ്റെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. 2026 റീനീറ്റ് എക്സാം ടഫാകുമോ? എൻ്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. കാരണം NTA എല്ലായ്പ്പോഴും നീറ്റ് നടത്താറുള്ളത് NCERT ബേസ്ഡ് ആണ്. നമുക്ക് കൃത്യമായിട്ട് ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും NCERT ബുക്കുകളുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ഇതുവരെ നമ്മൾ നീറ്റിൽ കണ്ടിട്ടുള്ളൂ. അപ്പോൾ NCERT വളരെ കൃത്യമായി പഠിക്കുന്ന കുട്ടികൾക്ക് ഈ കഴിഞ്ഞ എക്സാം അതേപോലെ തന്നെ വരാൻ പോകുന്ന എക്സാമിനും പെർഫോം ചെയ്യാൻ പറ്റും. 2026 എക്സാം ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മൾ പാനിക്കായി ഉണ്ടാവും. നമുക്ക് ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ്. ഈ സിറ്റുവേഷനെ പതിയെ നമ്മൾ ഉൾക്കൊള്ളണം. പതിയെ നമ്മൾ പഠിച്ച് നേടിയെടുത്ത ഒരു സിറ്റുവേഷനിലേക്ക് പതിയെ നമ്മൾ നടന്നു കയറണം. നമ്മൾ വീണ്ടും NCERT വായിക്കണം, ക്വസ്റ്റ്യൻസ് വീണ്ടും നമ്മൾ ചെയ്യണം, മോക്ക് എക്സാമുകൾ വീണ്ടും എഴുതണം, മോക്ക് എക്സാം അനാലിസിസുകൾ നമ്മൾ ചെയ്യണം, നമ്മളെ മിസ്റ്റേക്കുകൾ റെക്ടിഫൈ ചെയ്യണം. പണ്ട് നമ്മൾ നേടിയെടുത്ത ഒരു വേഗതയുണ്ട്, ആ വേഗതയിലേക്ക് പതിയെ നമ്മൾ നടന്നു കയറണം. അതിനുള്ള സമയം എന്തായാലും NTA നമുക്ക് തരുന്നുണ്ടാവും. ഈ ദിവസങ്ങളെ, വരാൻ പോകുന്ന ദിവസങ്ങളെ വളരെ കൃത്യമായി, വളരെ പ്ലാൻഡായിട്ട് എക്സിക്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നീറ്റിന് നേടിയ സ്കോറിനേക്കാൾ ഒരു മികച്ച സ്കോറായിരിക്കും മക്കൾക്ക് എല്ലാവർക്കും കിട്ടാൻ പോകുന്നുണ്ടാവുക. ബി കാം ആൻഡ് ബി ഒപ്റ്റിമിസ്റ്റിക് എന്ന 2 വാക്കാണ് എനിക്ക് മക്കളോട് പറയാനുള്ളത്. എടാ, നമുക്ക് പതിയെ പഠിച്ചു തുടങ്ങാം, ഒരുമിച്ച് പഠിക്കാം. 2026 റീനീറ്റ് നമുക്ക് ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു.